ഹലോ മച്ചൂസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് 2015 റിലീസ് ചെയ്ത ദ ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കഥാനായകൻ വില്ലും അവൻ്റെ ഗേൾഫ്രണ്ട് കിറയും കാറിലൊരു യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈഡനും വില്ലും പിരിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അതിന് കാരണം അവരുടെ ലൈഫിലുണ്ടായ ഒരു ട്രോമയാണ്. ആ ട്രോമ കഴിഞ്ഞതിന് ശേഷം ഈഡനെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനൊരു ഇൻവിറ്റേഷൻ അവർക്ക് കിട്ടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈഡനും വില്ലും ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈഡൻ്റെ വീട്ടിലേക്ക് അവർ കയറി പോവുകയാണ്. വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് വില്ലിന് ഒരു സ്ട്രേഞ്ച് ഫീൽ തോന്നുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴേക്കും അവരുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. ടോമി, മിഗ്വേൽ, ജീന, ബെൻ, ക്ലാരി, പിന്നെ ഈഡനും അവളുടെ പുതിയ ഹസ്ബൻഡും അവിടെ ഉണ്ട്. എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യുന്നു. ആ സമയത്ത് വിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു വിയേഡായിട്ടൊരു ലേഡി വില്ലിനെ നോക്കുന്നതായിട്ട് കാണും. ഈഡനും ഡേവിഡും വളരെ ഡിഫറെൻ്റായി ബിഹേവ് ചെയ്യുന്നത് വിൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾ വരുന്നു. അയാളുടെ പേര് പ്രിട്ട് എന്നാണ്. പാർട്ടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡേവിഡ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോയിൽ ഒരു കൾട്ട് ഗ്രൂപ്പ് ആളുകൾക്ക് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന സീനാണ്. ഈ വീഡിയോ കാണുന്ന ക്ലെയറിന് ഇവരുടെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ക്ലെയർ പറയും, എനിക്കുടനെ വീട്ടിൽ പോകണമെന്ന്. ക്ലെയർ വണ്ടി എടുത്ത് പോകാൻ നേരം പ്രിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വിൽ ശ്രദ്ധിക്കുന്നു. അപ്പോഴേക്കും ഡേവിഡ് അവൻ്റെ അടുത്ത് വരുന്നു. ഡേവിഡിനോട് വിൽ പറയുന്നു, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണമെന്ന്. അങ്ങനെ വിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. വിൽ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ പോയിരിക്കുന്നു. ആ സമയം സാഡി എന്ന് പറയുന്ന ആ സ്ട്രേഞ്ച് ലേഡി അവൻ്റെ അടുത്ത് വന്ന് അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിന് വഴങ്ങാതെ വിൽ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ, വിൽ തൻ്റെ മകൻ്റെ റൂമിൽ പോകുന്നു. അവിടെ പോയി അവനെ ഓർത്ത് കുറച്ച് നേരം ഇരിക്കുന്നു. അവൻ്റെ ബെഡിൽ കിടക്കുന്നു. അപ്പോഴേക്കും മുകളിൽ ഡിന്നർ പാർട്ടി റെഡിയായിരിക്കുന്നു. വിൽ അങ്ങനെ മുകളിലേക്ക് പോകാൻ നേരം ജനലിലൂടെ ഒരു കാഴ്ച കാണുന്നു. ഡേവിഡ് ഒരു ചുവന്ന വെട്ടമുള്ള റാന്തൽ വിളക്ക് അവിടെ കൊണ്ട് തൂക്കിയിടുന്നു. എന്തോ വലുത് നടക്കാൻ പോകുന്ന ഉറപ്പോടെ വിൽ മുകളിലേക്ക് ചെല്ലുന്നു. അവിടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈഡൻ എല്ലാവർക്കും വൈൻ ഒഴിച്ചു കൊടുക്കുന്നു. എന്നാൽ വില്ലിന് സംശയം തോന്നുന്നു. ആരും വൈൻ കുടിക്കരുതെന്ന് പറഞ്ഞ് ആ വൈൻ ഗ്ലാസ് തട്ടി മാറ്റുന്നു. അത് കണ്ട് സാടി അലറിക്കൊണ്ട് വില്ലിൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അപ്പോഴാണ് ജീന വായിൽ നിന്ന് ഞുരയും പതയും വന്ന് ആ ബെഞ്ചിൻ്റെ മുകളിലേക്ക് വീഴുന്നത്. എന്താണ് ജീനയ്ക്ക് പറ്റിയെന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. പ്രിട്ട് പെട്ടെന്നൊരു തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ചാവോസിനെ പ്രിട്ട് വെടിവെക്കുന്നു. ബെന്നും കിറയും വില്ലും താഴേക്ക് ഓടുന്നു. അവരുടെ പുറകെ തന്നെ ആക്രോശിച്ചുകൊണ്ട് ഒരു പ്രാന്തിയെപ്പോലെ സാഡി ഓടി വരുന്നു. കിറയും വില്ലും ഒരു റൂമിൽ കയറി കതകടയ്ക്കുന്നു. ഇപ്പോൾ പുറത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വില്ലും കിറയും പതുക്കെ ഡോറിന് വെളിയിലിറങ്ങി നടക്കുന്നു. അപ്പോൾ പുറത്തൊരു ശബ്ദം കേൾക്കുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ബെന്നിനെ പ്രിട്ടും ഡേവിഡും ചേർന്ന് ക്രൂരമായി കൊല്ലുന്നതാണ് കാണുന്നത്. ശബ്ദം വെക്കാത്ത വില്ലും കിറയും ആ വീട്ടിലൂടെ നടക്കുന്നു. അപ്പോഴാണത് കണ്ടത്. സാഡി ഒരു സോഫയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അത് ബെന്ന് മരിക്കുന്നതിന് മുമ്പ് ചെയ്തതാണെന്ന് വില്ലിന് മനസ്സിലായി. അവരങ്ങനെ വീടിൻ്റെ റൂമിലേക്ക് എത്തുന്നു. അപ്പോൾ പിറകിൽ നിന്ന് പ്രിട്ട് അവരെ ആക്രമിക്കുന്നു. വില്ലിനെ പ്രിട്ട് ഇപ്പോൾ കൊല്ലുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കിറ കയ്യിൽ കിട്ടി എന്തോ ആയുധമെടുത്ത് പ്രിട്ടിൻ്റെ തലയ്ക്കടിച്ച് കൊല്ലും. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈഡൻ വില്ലിൻ്റെയും കിറയുടെയും മുമ്പിലേക്ക് ഒരു തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. പെട്ടെന്നാണ് സംഭവിച്ചത്. ഈഡൻ വില്ലിൻ്റെ വലത്തെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതുകൂടാതെ അവൾ സ്വന്തം വയറ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ഡേവിഡ് വില്ലിനെയും കിറയും തപ്പി നടക്കുന്നതാണ്. ഡേവിഡ് ഇവരെ രണ്ടുപേരെ കൊല്ലുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആ വീട്ടിൽ ടോമി കൂടി ജീവനോടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡേവിഡിൻ്റെ മുകളിലേക്ക് ടോമി ചാടി വീഴുന്നു. അപ്പോഴാണ് വില്ലും കിറയും അറിയുന്നത് ടോമി ജീവനോട് ഉണ്ടെന്ന്. ടോമി കയ്യിൽ കിട്ടിയ ഒരു കത്തിയെടുത്ത് ഡേവിഡിന് നെഞ്ചത്ത് കുത്തി ഇറക്കുന്നു. ഡേവിഡ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഈഡൻ മരിച്ചിട്ടില്ലായിരുന്നു. വിൽ കരഞ്ഞുകൊണ്ട് ഈഡൻ്റെ അടുത്ത് പോയിരിക്കുന്നു. വില്ലിൻ്റെ കയ്യിൽ പിടിച്ച് ഈഡൻ സോറി പറയുന്നു. അതേസമയം ഈഡൻ മരണപ്പെടുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ചോരയിൽ കുളിച്ചിടക്കുന്ന ഈഡനെ വില്ലും കിറയും ചേർന്ന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരു കാര്യം കണ്ട് വില്ലും കിറയും ഞെട്ടുന്നു. ആ നഗരത്തിലെ എല്ലാ വീടുകളിലും ചുവന്ന റാന്തൽ വിളക്ക് കത്തിക്കിടക്കുന്നു. അതോടെ ഈ സിനിമ നമ്മളോട് പറയുന്നത് ഈ ബലി ഈ വീട്ടിൽ മാത്രം നടന്നതല്ല, ഈ നഗരത്തിൽ മുഴുവൻ നടന്നതാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിനിമകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെല്ലൈക്കണും ഷെയറും ചെയ്യൂ. സിനിമ ടോക്ക് മച്ചൂ.